ഏത് സ്ഥലത്തെ നിന്നാലും അടുത്ത വിഭവം വാങ്ങിക്കുക എന്നുള്ളതാണ്. വില കൊടുത്ത് മേടിക്കുകയും ചെയ്യും, ഫ്രീ ആയിട്ട് മേടിക്കുകയും ചെയ്തു. മീൻ വന്നു കഴിഞ്ഞു തോന്നുന്നു. അതിന് 2 കൊണ്ടുവന്ന് വെട്ടി തരുന്നതാണ് 170 വില. പപ്പോട് കൂടി അത്രയും വിലയൊന്നുമില്ല. ഇങ്ങനെയുണ്ട്, ഇനി അടുത്തോ? ശരി, ഓക്കെ. ആ, ഓക്കെ. കൂടോടുകൂടി എനിക്ക് ഇനി തന്നല്ലേ രൂപയിൽ പറഞ്ഞു. ഇത് എത്ര കിലോ കാണും? ഇത് എത്ര കിലോ കാണുന്നു പറഞ്ഞു? 2 കിലോ ഉണ്ടോ? കൂട് പറ്റിയില്ല, താഴെ പോകും കേട്ടോ. നല്ല വലിപ്പമുള്ള വേണ്ടി വേണ്ടവർ പിടിക്കട്ടോ. രാജാണ്ട് ഇറങ്ങടാ. 200 180. ഒരെണ്ണം മതി, 5 കൊണ്ടേ, ഒരെണ്ണം മതി. കച്ചവടത്തിന് പറ്റി ഓക്കെ. ഇത് 1.25 കിലോ പോലും ഇല്ല. ഇല്ലില്ല, 1 കിലോയേ ഉള്ളൂ. വിലയിലാണ് ചാടിപ്പോ കുളത്തിൽ പോകും സാധനം. കാല് കെട്ടും. തലേന്ന് വീട്ടിൽ മറ്റപ്പാട്ടാ മതി, എങ്ങും പോകില്ല. പിന്നെ ഈ മീൻ മുഴുവൻ ഇവിടുന്ന് നിങ്ങൾ തന്നെ മേടിച്ചോണ്ട് പോകണം. കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് വിടരുത്. കാരണം 300 രൂപ, ഞാൻ കഴിഞ്ഞ ദിവസം 300 രൂപയെ കുറഞ്ഞ ഒരു മീനും കിട്ടിയില്ല. 300 രൂപ മാർക്കറ്റിൽ. അപ്പൊ 150 കിട്ടുക എന്ന് പറഞ്ഞാൽ ലാഭമാണ്. അതല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നേരെ കിട്ടുന്നതല്ലേ. അപ്പൊ എല്ലാ ഭാഗങ്ങളും നേരുന്ന ചുറ്റുപാടുള്ളവർ ഈ മാതൃക തുടരുക. ഇഞ്ഞൊന്ന് എത്ര നേരം ഇവിടെ ചെലവഴിക്കും? 7 മുതൽ രാത്രി 11 വരെ. 1 വർഷത്തെ ലാഭം എന്നാ ഉണ്ട്? അത് തന്നെ മൊത്തം ഉണ്ടാക്കിയതല്ലേ. ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടി വരുമല്ലോ. ലാഭത്തിലായിരിക്കും. കുളം ഉണ്ടാക്കുന്ന ചിലവെല്ലാം കൂടെ ഇതിലൂടെ കൂട്ടരുത്. കുളം ഉണ്ടാക്കി അതൊന്നും അറിയാം. അതൊക്കെ തന്നെ മാറ്റി ആവശ്യമില്ലാതെ പറഞ്ഞ് കുഴപ്പമില്ല. ഇവരെല്ലാം ഇവിടെ സന്നദ്ധമായിട്ട് നിൽക്കുക തുടങ്ങാനായിട്ട്. അപ്പൊ മുതലക്കോട് തൊടുപുഴയ്ക്ക് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞ പോലെ തൊടുപുഴയ്ക്ക് ആവശ്യമുള്ള മുഴുവൻ മീനും പഴുക്കാകുളത്തുനിന്ന് ഉത്പാദിപ്പിക്കാൻ തീരുമാനമെടുക്കുക. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ മീൻ കൊയ്ത്ത് എന്നല്ലേ പേര് പറഞ്ഞു ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. നാട്ടുകാരുടെ പണി ഉണ്ടാകട്ടെ, കൈകൊണ്ട് ചെയ്യേണ്ട ആളുകൾ. അതായത് കണ്ടോത്തുള്ള പണി കൊണ്ട് കൃഷിയുണ്ടോ? ആദ്യം നമുക്ക് ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആക്കാം. കച്ചവടം വരാൻ കൊടുക്കൂല്ലേ? കുഴപ്പമില്ല, നമ്മൾ വില കൊടുത്താണല്ലോ. അതെ, 7-ാം തീയതി A+ 7-ാം തീയതി 3:30 മണിക്ക് 7-ാം തീയതി 3:30 മണിക്ക് ഇടുക്കി ജില്ലയിൽ A+ കിട്ടിയ എല്ലാ വിഷയങ്ങളും 587 അല്ല ഇതെന്നെ 6,000 രൂപ ഉണ്ട്. 1 കിലോ 190 അല്ലല്ല, അതെ അത് എഴുതണ്ട, എഴുതാൻ പോകണ്ട. ഞാൻ പിന്നെ പുള്ളിക്ക് ഒരു സമ്മാനമായിട്ട് കൊണ്ട് വെച്ചോണ്ടേ ആദ്യത്തെ മണി പറയാനുള്ളത് ചോദിക്കുന്നത്. ഇതൊന്നും വേണ്ട, നിങ്ങൾ
സമ്മതിക്കില്ലാന്ന്. പാടത്ത് വണ്ടി ഇറക്കാൻ സമ്മതിക്കുക അത് പ്രശ്നമാവും. ആളെ നിർത്തി ഉണ്ടാക്കൽ നടക്കുള്ളൂ. പ്രത്യേകിച്ച് മുതലക്കോട് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ പേരിലാന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. RDO ഇടുക്കിയാണോ? ഇടുക്കി. നല്ലത് ഇതില്ലാതെ ചെയ്യുന്നതാണ് കേട്ടോ. പുതിയ ഞാൻ വന്നേക്കാം. ഇൻപുട്ട് പരിപാടിയൊന്നും ഞാൻ ഇതിനെ ഭയങ്കര എതിരുള്ള ആളാണ്. ഇത് ആട് വളർത്തലിന്റെ ഉദ്ഘാടനം മത്സ്യവില്പന ഉദ്ഘാടനം ചെയ്തതിനായി MC മാത്യു അവരുടെ ക്ഷണിക്കുന്നു. ശ്രീ PJ ജോസഫ്, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ശ്രീ ആന്റണി കണ്ടിരിക്കൽ, ശ്രീ R മാത്യു, ശ്രീ V നൌഷാദ്, പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അതീവ താല്പര്യമുള്ള ഒരു പരിപാടി എന്ന നിലയിൽ ഇതിന്റെ ഒരു പുരോഗതി അറിയുന്നതിന് വേണ്ടി ഇടയ്ക്കൊരു ദിവസം ഒരു മാസം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. നമ്മുടെ നാട്ടില് നെൽകൃഷി ലാഭകരമല്ലാത്തതിന്റെ ഫലമായി 10,000-കണക്കിന് ഹെക്ടർ ഭൂമി സംസ്ഥാനത്തൊട്ടാകെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇങ്ങനെ ഉപയോഗശൂന്യമായ ഭൂമി പല മേഖലയിലും നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും വ്യാപാര ആവശ്യങ്ങൾക്കും ഭവന നിർമ്മാണത്തിനുമെല്ലാം ഉപയോഗിക്കുന്ന സ്ഥിതി വളർന്നു വന്നിട്ടുണ്ട്. അത് വലിയ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്നു എന്നത് ഗൌരവമേറിയ ഒരു വിഷയമാണ്. അതിനെതിരായി പരിസ്ഥിതി സംഘടനകളും പ്രകൃതി സ്നേഹികളുമെല്ലാം വലിയ തോതിൽ ശബ്ദമുയർത്തുകയും നിലം നികത്തി നശിപ്പിക്കുന്നതിനെതിരായി ഗവൺമെന്റ് ഇവിടെ നിയമനിർമ്മാണം നടത്തുകയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഭൂമിയില്ല, ആദ്യത്തെ വർഷം നഷ്ടമാണ്. അപ്പൊ ഒരു വർഷക്കാലത്തെ അധ്വാനം രാവിലെ 7 മണി മുതൽ ഒരർത്ഥത്തിൽ ഒരു സാഹസിക പ്രവൃത്തിക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഗവൺമെന്റ് തലത്തിൽ കൃഷി ഡിപ്പാർട്ട്മെന്റ് ചെറിയ ചില്ലറ സഹായങ്ങളെല്ലാം നൽകുന്നുണ്ട്. അത്രയും നല്ല കാര്യം. പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ശ്രീ NU ജോൺ എന്നെ ടെലിഫോണിൽ വിളിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഗൌരവമേറിയ നിയമവിരുദ്ധ പ്രവർത്തനമാണ് നടക്കുന്നത്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു ഉചിതമായ കാര്യമല്ല എന്ന നിലയിൽ അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളോട് യോജിപ്പുള്ള ആളാണ് ഞാൻ. അത്തരം പ്രവർത്തനങ്ങളിൽ ധാരാളം സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ അങ്ങേ എക്സ്ട്രീമാകാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഒന്നുകിൽ കുറുപ്പിന്റെ നെഞ്ചത്തല്ലേ കളരിക്ക് പുറത്ത്. അപ്പൊ കുറുപ്പിന്റെ നെഞ്ഞത്തുമാകാൻ പാടില്ല, കളരിക്ക് പുറത്തുമാകാൻ പാടില്ല. പ്രായോഗികമായ സമീപനമാണ് ആവശ്യം.